ഗ്രഹിച്ചിട്ട് കുറെ നാളുകളായി എങ്കിലും സ്നാനം ചെയ്തെങ്കിൽ മാത്രമേ അത് പൂർത്തിയാകുള്ളൂ എന്ന് അടുത്ത കാലത്താണ് എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നത്. യേശുവിനെ രക്ഷകനും നാഥനുമായി അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്വീകരിക്കുകയും യേശു കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ വളരെയേറെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഞാൻ ഉൾപ്പെട്ടിരുന്ന സഭാവിഭാഗത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങൾ എന്നെ ഭീതിപ്പെടുത്തുകയും അവർക്ക് ഞാൻ മുഖാന്തരം ഒരു ചിന്ത ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ സ്നാനപ്പെട്ടത്. കർത്താവ് അതിനുള്ള അനുഗ്രഹം തരുമെന്ന് ഞാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്, ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ആ യേശുവിന്റെ പേരിൽ വീണ്ടും വീണ്ടും ബന്ധനങ്ങളും പാപങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങളും ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളാണ് നമ്മുടെ ചുറ്റും. വിവിധ സഭകളുടെ പേരിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നു. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് യേശുവിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ ഉള്ള ബോധം, അവബോധം, പരിജ്ഞാനം പാവപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കടമ നമ്മളെ പോലെ ഈ സത്യം അറിഞ്ഞിരിക്കുന്ന ആളുകൾക്കുണ്ട്. അതിനായി പോകുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യവും അനന്തമായ സഹായവും നമുക്ക് ആവശ്യമാണ്. സർവബന്ധനങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്ന എല്ലാ ഇടപാടുകളിൽ നിന്നും നമുക്ക് മോചിതരായി യേശുവിനെ സ്വീകരിച്ച് യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പണിയെടുക്കുവാനും നമ്മൾ തയ്യാറാവണം. അതിന് ഈ സ്നാനം ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ ഇവിടെ വന്ന ഒരുപാട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ആരാധന സംബന്ധിക്കുമ്പോൾ തന്നെ 2-3 പ്രാവശ്യം അകത്തുപോയി വെള്ളം കുടിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത്രയ്ക്ക് ക്ഷീണവും പ്രയാസവും ഒക്കെ ആയിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് ഇന്നിപ്പോ ഇത്രയും എന്റെ അടുത്തോടുകൂടെ നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ച ദൈവത്തിന് ഇതൊക്കെ പറയുമ്പോൾ എന്നെ കൂടുതൽ ആകർഷിച്ചത് എൻ്റെ മകളുടെയും മരുമകന്റെയും ജീവിതമാണ്. നമ്മളുടെ ജീവിതം ക്രിസ്തുവിലെ അനുരൂപമാണെങ്കിൽ ആളുകൾ നമ്മുടെ കൂടെ കൂടും, യാതൊരു സംശയവും. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തിക്കൊണ്ടുവരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാർത്ഥതയിൽ മുറ്റി നിൽക്കുന്ന ഒരു ലോകമാണ്. അന്റിയോടെടുക്കുമ്പോഴേ മാങ്ങായുടെ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും വിശ്വാസവും ദൈവസ്നേഹവും അറിയണമെങ്കിൽ അവനെ സ്പർശിക്കുന്ന കാര്യങ്ങൾ വരണം.
അവനെ സ്പർശിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അവന്റെ വിശ്വാസം പോവും, ദൈവവിശ്വാസം പോവും, എല്ലാം പോവും. പിന്നെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ സ്വയം എളിമപ്പെട്ട് സ്വയം താന്ന് കത്തുന്ന മെഴുതിരി പോലെ ലോകത്തിന് പ്രകാശം നൽകിക്കൊണ്ട് സ്വയം ഇല്ലാതാകുവാൻ തയ്യാറായുള്ളൂ. അങ്ങനെയുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിന് സഹായിക്കുന്നത് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതമാണ്. ആ ക്രിസ്തീയ ജീവിതം പലരിലും പല സഭകളിലും അവയുടെ നേതാക്കന്മാരിലും ഒന്നും ഇതുവരെയുള്ള അനുഭവത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വളരെ ചുരുക്കം ചില ആളുകൾ കത്തോലിക്കാ സഭയിലും കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലും മറ്റു സഭകളിലൊക്കെ ആയിട്ട് യേശുവിനെ അനുകരിക്കുന്ന ആളുകൾ ഉണ്ട്. അവരുടെ ആ മാതൃകാപരമായ ജീവിതം അതിനോടനുബന്ധിച്ച് എൻ്റെ മക്കളുടെ മാതൃകാപരമായ ജീവിതവും എന്നെ ആകർഷിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതം മാതൃകാപരമായി തീർന്നാൽ നമുക്ക് അനേകരെ യേശുവിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം കഴിഞ്ഞ 10-60 കൊല്ലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ 10-60 കൊല്ലത്തെ സഭയോടും ഉള്ള ബന്ധത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇതിനെപ്പറ്റിയെല്ലാം പൂർണ്ണമായിട്ടൊരു അവബോധം കിട്ടണമെങ്കിൽ നമ്മൾ ദീർഘായുസോടുകൂടെ ജീവിച്ചെങ്കിലേ മനസ്സിലാവുള്ളൂ. എനിക്ക് 10 വയസ്സുണ്ടായിരുന്നപ്പോൾ ഞാൻ പഠിച്ച സഭ, 20 വയസ്സുണ്ടായിരുന്നപ്പോൾ പഠിച്ച സഭ, വിവാഹം കഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന സഭയിലെ സാഹചര്യം, അത് കഴിഞ്ഞ് ഉദ്യോഗം പോയപ്പോൾ കിട്ടിയ സഭയിലെ സാഹചര്യം, ഇപ്പോൾ സഭയിലെ സാഹചര്യം, ഇതെല്ലാം തമ്മിൽ ഒരു പഠനം നടത്തണമെങ്കിൽ നമ്മൾ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നു. അതെല്ലാം പഠിക്കുമ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി യേശുവിനെ ഉപേക്ഷിക്കേണ്ട സമയത്ത് ഉപേക്ഷിക്കുകയും യേശുവിനെ പ്രസംഗിക്കേണ്ട സമയത്ത് പ്രസംഗിക്കുകയും ചെയ്ത അനേകം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദീർഘായുസോടുകൂടെ ജീവിച്ചിരിക്കണം. മണിക്കൂറുകളും ദിവസങ്ങളും പറഞ്ഞാൽ തീരാത്ത അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. അവയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഉണ്ടെങ്കിൽ ഇനിയുള്ള വിശ്രമകാലത്ത് അതെല്ലാം ലിഖിത രൂപത്തിൽ പുസ്തക രൂപത്തിൽ അച്ചടിച്ച് നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.